വാർത്തകൾ വിശദമായി. മാള മെറ്റ്സ് കോളേജിലെ പ്രിൻസിപ്പാളിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എബിവിപി പ്രവർത്തകർ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാള ITI പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കോളേജിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ കോളേജിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. തുടർന്ന് പോലീസ് ലാത്തി വീശുകയായിരുന്നു. ലാത്തിചാർജിൽ 3 പ്രവർത്തകർക്ക് പരിക്കേറ്റു. ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് നാളെ സംഘപരിവാർ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാള, കുഴൂർ, അന്നമനട എന്നീ പഞ്ചായത്തുകളിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ, ബിജെപി ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്, ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് MG പ്രശാന്ത്ലാൽ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. അബ്കാരി മുതലാളിമാരും ഗുണ്ടാ സംഘങ്ങളുമാണ് കോളേജിനെ നിയന്ത്രിക്കുന്നതെന്നും കോളേജിന്റെ ഭരണകൂട ഭീകരത സ്വാശ്രയ മുതലാളിമാരുടെ കൂടിയാണെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ പറഞ്ഞു. ഈ മാള മെറ്റ്സ് കോളേജിൽ വിദ്യാർത്ഥികളിൽ നിന്ന് അമിതമായ തുക ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും 10,000-ഓളം രൂപ ഓരോ വിദ്യാർത്ഥികളിൽ നിന്ന് പിടിച്ചുവാങ്ങുകയാണ്. എന്താണ് കാരണം? കേരളത്തിലെ ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അബ്കാരി മുതലാളിമാരും കോറി മുതലാളിമാരുമാണ്. ആ ഗുണ്ടാ സംഘങ്ങളാണ് ഇന്ന് കോളേജിൽ നിയന്ത്രിക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിന്റെ ഭരണകൂട ഭീകരത ഇനി സ്വാശ്രയ മുതലാളിമാരുടെ കൂടെയാണ്. കോളേജ് പ്രിൻസിപ്പലും അധ്യാപകനും രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് കോളേജിലെ വിദ്യാർത്ഥികൾ ഒരാഴ്ചയായി ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ കാലങ്ങളായിട്ട് അനുഭവിച്ചിരുന്ന മനുഷ്യാവകാശ ലംഘനവും മറ്റ് പീഡനങ്ങളും മാത്രമാണ് നമ്മൾക്കുള്ള ബുദ്ധിമുട്ട്. പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞ ചെയർമാനായാലും ഇവിടുത്തെ NSSന്റെ കോർഡിനേറ്റർ രമേശ് സാറായാലും വിദ്യാർത്ഥികളെ ഏത് തരത്തിലൊക്കെ പീഡിപ്പിക്കാൻ പറ്റും ആ തരത്തിലൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇവിടെ അടിച്ചമർത്തലാണ്. കുട്ടികളുടെ അവകാശങ്ങളും മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മറ്റു കാര്യങ്ങളും. വെറുതെ കുട്ടികളെ വിളിച്ച് കുട്ടികളെ മാത്രമല്ല രക്ഷിതാക്കളെയും സ്റ്റാഫിനെ പോലും വളരെ മോശമായ രീതിയിൽ പെരുമാറുക, എത്രത്തോളം മാനസികമായിട്ട് പീഡിക്കാൻ പറ്റും അത്രത്തോളം മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് എത്ര സ്റ്റാഫ് ഇവിടെ കണ്ണീര് കഴുകി ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നടപടിയും കാര്യങ്ങളും വിടില്ല. ആരെന്ത് പ്രതികരിച്ചാലും അടിച്ചമർത്താന്നുള്ള ഏത് തരത്തിലെങ്കിലും അടിച്ചമർത്താം. എന്ത് തരത്തിൽ ഒരു അടിച്ചമർത്താൻ തയ്യാറാണ്. കുട്ടികളെ പ്രതികരണ ശേഷി നഷ്ടപ്പെടുത്തി അവരെ മാനേജ്മെന്റിനെതിരെ ഒരിക്കലും തിരിയാത്ത വിധം പ്രോജക്ട്, സെമിനാർമാർക്ക്, ഇന്റേണൽമാർക്ക് മുതലായ കാര്യങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്തി അവരെ മാനേജ്മെന്റ് ഒരിക്കലും തിരിയാത്ത തരത്തിൽ അവർ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആകെ 10 പേരാണ് ആദ്യം സമരത്തിൽ ഇറങ്ങി. അത് നമ്മൾ 20 30 പിക്കേണ്ട പിള്ളേർ നമ്മുടെ കൂടെ ഇറങ്ങി. അന്നൊക്കെ അവർ ഞങ്ങളുടെ ഡിമാൻഡ് പ്രിൻസിപ്പാളെ പുറത്താക്കണം, രമേശ് സാറിന് നടപടി എടുക്കാന്നുള്ള മെയിൻ ഡിമാൻഡ്. ബാക്കി 19 ഡിമാൻഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ മരണം വരെ നിരാഹാരത്തിലേക്ക് നീങ്ങുന്നുള്ളൂ. പ്രിൻസിപ്പലിനെതിരെ ഞങ്ങൾ എന്തായാലും നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അയാളുടെ ക്രൂരതകൾക്ക് കുറെ പിള്ളേര് ഇരകളായിട്ടുണ്ട്. മാനേജ്മെന്റ് ഉള്ളിലോട്ട് ടീച്ചേഴ്സ് ആയാലും കയറിയാലും ടീച്ചേഴ്സിന്റെ അതിന്റെ ഉള്ളിൽ കയറി തന്നെ അവരെ കരയാറായ അവസ്ഥ, മാനസികമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് ആ പുറത്തേക്ക് വരാം. ഒരുപാട് ടീച്ചേഴ്സും പാരന്റ്സും കരഞ്ഞ അവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കണം ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം കാരണം. 50ഓളം ടീച്ചേഴ്സ് ഇതിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ട്. തലകറങ്ങിയ വീണ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആഡ് ആൻഡ് കോഴ്സിന്റെ പേരിൽ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഞങ്ങൾക്ക് പ്ലേസ്മെന്റ് തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കുറെ പ്രശ്നങ്ങൾ അയാൾക്കെതിരെ ഞങ്ങൾ പിന്നെ കോണ്ടാക്ട്